സൂക്ഷിച്ചു. മുല്ലേ അപ്പു എവിടെ? കാണല്ലേ? ബസ്സിലുണ്ടാവും. മുല്ല അപ്പു അപ്പു വാ ഇറങ്ങാം. പതുക്കെ. ആരോ വീശിയെറിഞ്ഞ പമ്പരമല്ലേ ജീവിതം, ആരാച്ചാ ദൂരെ മറഞ്ഞു നിൽക്കുവതില്ലേ. ഞാണിന്മേൽ കളിയാണെന്നും ജീവിതം, വെറുമൊരു ചാവയറിനു വേണ്ടി പിടയും ജീവിതം. ഈ നരകത്തിനിടയിൽ കൂടെ, വളയത്തിനുള്ളിൽ കൂടെ പതരാതെ മറിയണ ചാടണ വാനരന്മാർ. നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ,
അമ്പുകൾ കാട്ടിക്കൂട്ടി അമ്പൊടിഞ്ഞമ്പോ തളർന്ന പാവങ്ങളെ മാന്മാ തുമ്പും തരിമ്പും ഇല്ല ഇമ്പങ്ങൾ കാണാനില്ല തുമ്പങ്ങൾ ചൊഴ്ന്നാലെന്തും അമ്പമ്പടരാവണ ഈ ചെണ്ടയിൽ കൊട്ടുമ്പോൾ ചുണ്ടത്ത് പാട്ടുണരുമ്പോൾ കണ്ടു നിൽക്കാനവരുണ്ടെന്നോർത്തു നാം ആടുന്നു നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ അന്തിക്കു കള്ളും മോന്തി ചന്തിക്കു താളം കൊട്ടി ചന്തം തുളുമ്പും പാട്ടുകൾ പാടുന്നു നാടോടി അന്തിക്കു കള്ളും മോന്തി ചന്തിക്കു താളം കൊട്ടി ചന്തം തുളുമ്പും പാട്ടുകൾ പാടുന്നു നാടോടി ചെന്തിയിലെരിയും നേരം വെന്തുപോം ഹൃദയത്തിൻ്റെ നൊമ്പരപ്പാട്ടാണെന്നു കാണില്ല മാലോകർ ഈ ചെണ്ട നാം കൊട്ടിപ്പോകും ചുണ്ടുകൾ പാടിപ്പോകും കണ്ടാലും കണ്ടില്ലേലും കേട്ടാലും കേട്ടില്ലേലും നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ ഞാണിന്മേൽ കളിയാണെന്നും ജീവിതം വെറുമൊരു ചാവയറിനു വേണ്ടി പിടയും ജീവിതം ഈ നരകത്തിനിടയിൽ കൂടെ വളയത്തിനുള്ളിൽ കൂടെ പതറാതെ മറിയണ ചാടണ വാനരന്മാർ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ அம்மா வேலை இருக்கா? அம்மா வேலை இருக்காமா? அம்மா வேலை இருக்காம்மா? அம்மா வேலை இருக்காமா? அம்மா வேலை இருக்காமா? സാറേ വേല ഇരിക്കാ കുറച്ച് വിറക് കീറാണ്ട് ഒരാള് മതി. அம்மா வேலை இருக்காமா? അയ്യോ, അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ ഒരിക്കലും അവഗണിക്കപ്പെടേണ്ടവരല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, ദുർഗയാണ്, ദേവിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ മാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാം ദുർഗയായി മാറണം. നമ്മളെ നിന്ദിച്ച് പിന്തള്ളുമ്പോൾ നാം ശക്തിയായി മുന്നേറുന്നു. നമ്മുടെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം വരുമ്പോൾ നാം ദൈവികതയുടെ പര്യായമായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയാണ് എല്ലാം. സ്ത്രീ മാത്രമാണ് പൂർണ്ണത. സരോജിനി, ഒരു സംശയം ചോദിച്ചോട്ടെ? നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളോണെല്ലാം, എന്നാലും നമുക്ക് ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചു തരാത്ത ഭർത്താവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക? കഷ്ടം. സ്ത്രീയുടെ അനന്തമായ കഴിവുകളെ കുറിച്ച് സ്ത്രീ തന്നെ അറിയുന്നില്ലല്ലോ. ഹോ, നോക്കു സുമതി, എന്റെ ഭർത്താവിനെ നിങ്ങളൊക്കെ അറിയുമല്ലോ. പക്ഷേ നിങ്ങൾ ആരും അറിയാത്തൊരു മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തൊരു മുൻകോപി, സ്ത്രീയെ മാനിക്കാത്തനായിരുന്നു അദ്ദേഹം എന്നറിയാമോ? ദൈവികമായൊരു സ്നേഹം, അത് ഒന്നുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്തു. സുമതി ഇന്നു മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുക്കുക,
അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് സദാ വേവലാതിപ്പെടുക. ചുരുങ്ങിയ നാൾക്കുള്ളിൽ അദ്ദേഹം നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാം. വന്ന് മലയാളം കൂടി വായിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയല്ലോ. എന്താ രാമൻ നായരെ, സുഖം തന്നെയാണോ? അങ്ങനെ അങ്ങ് പോകുന്നു. ബാസിയുടെ വിസക്കാര്യൊക്കെ എന്തായി? അതിന്റെ കാര്യം മാഷിനോട് പറയാനാ വന്നത്. ആ ഏജൻസി മാഷിന് നേരിട്ടറിയാം. മാഷ് പറഞ്ഞ കാര്യം സീരിയസ് ആയിക്കോളൂ. ഇങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർ വന്നാ അദ്ദേഹം നിന്ന് തിരിയാൻ തീരെ സമയമില്ല. എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര സംതൃപ്തി അദ്ദേഹത്തിന്. ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സങ്ങോട്ട് നിറയും. പ്ലീസ് സിറ്റ് ഓൺ ദാറ്റ് പ്ലീസ്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അവിടെ ഇരുന്നോളാൻ. പൂവർ മാൻ. ആഹാ, ഇത്രേ ആയുള്ളൂ? വയ്യ സരോജിനി, അനങ്ങുമ്പോഴേക്ക് കിടക്ക. അയ്യടാ ഒരു കിതപ്പ്. അതെ, ആ ട്രീസയുടെ ലൈനിയുടെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം. എന്റെ ഒരു വിധി. പിന്നെ ആ രാമനായർ വന്നിട്ടുണ്ട്. നിർത്തണ്ട. ഇത് മുഴുവൻ അരച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കുറച്ച് തുണി കിടപ്പുണ്ട്. അത് മുഴുവൻ വാഷ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വന്നാ മതി. രാമനായർ ഞാൻ മാനേജ് ചെയ്യുന്നോളാം. തുടങ്ങിക്കേ. സോറി രാമൻ നായരെ, അദ്ദേഹം എക്സസൈസ് ചെയ്തോണ്ടിരിക്കാം. ഇപ്പൊ കൈന്റെ ബലത്തിലുള്ള എക്സസൈസ് ആയിട്ടുള്ളേ. ഇനി കാലിന്റെയും വയറിന്റെയും ഒക്കെ ബാലൻസ് എടുക്കുക. എല്ലാം തീർത്തിട്ട് ഇനി അദ്ദേഹം പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും രാമൻ നായർ ഇപ്പൊ പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി. അപ്പൊ പിന്നെ എല്ലാം റെഡിയാവും കേട്ടോ. ഓക്കെ, ശരി, അങ്ങനെ ആയിക്കോട്ടെ, പോയിക്കോളൂ. നടക്കടാ. ചക്കരേ, അപ്പ അതൊന്നും പ്രശ്നാക്കണ്ടപ്പ. വഴിയെ പോകുന്നവരൊക്കെ പലതും പറയും. അതിനൊന്നും പ്രതികരിക്കണ്ടെന്ന് അപ്പം തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കൈയും കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവുന്ന എപ്പോഴും അപ്പൻ എന്നെ ഓർമ്മിപ്പിച്ചു. മേല് തൊട്ട് കളിക്കാൻ വരുമ്പോ മാത്രം ഒരു കൈ കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ അതിൽ കൂട്ടിച്ചേർത്തു. അപ്പൻ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. आज क्या बात तूने गया मेरे पी आज तेरे लिए मैं गिरा मैं गिरा मैं गिरा. बार बार यार नाया. തുടക്കം കുഴപ്പമില്ലല്ലോ അല്ലേടാ? ഇത് കുഴപ്പ വാസുണ്ണ. അതെന്തെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് മാറില്ലേ? മാറൂ അല്ലെങ്കിൽ മാറ്റിക്കോ. മതി അണ്ണ, ഒരുപാടായില്ലേ? നിനക്കറിയോ, ദിവസം ഒരു കുപ്പി കൂടുതൽ കുടിച്ചാ അപ്പം മോന്ത വീർപ്പിക്കായിരുന്നു എന്റെ നീലിപ്പെണ്ണ്. ഞാൻ അവക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇപ്പൊ ആരാ അവ കൊഴിച്ചു അപ്പാ ഇന്ന് ഇത്ര മതി. ദേവഭാവോ ദേവഭാവോ